സർ, വീണ്ടും ട്രംപ് ലോകത്തെയും ഇന്ത്യയെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന ഒരു നീക്കമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. മരുന്നുകൾക്ക് പോലും 100% നികുതി ചുമത്തിയിരിക്കുന്നു. ഇന്ത്യയെ പൂർണ്ണമായും സമ്മർദ്ദത്തിലാക്കുക, അമേരിക്ക വഴി ഇന്ത്യക്ക് ഏതൊക്കെ രീതിയിൽ പണി കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പണി കൊടുക്കുക എന്നതാണ് ട്രംപിന്റെ അജണ്ടകളിൽ ആദ്യത്തേത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഏറ്റവും ഒടുവിൽ ട്രംപ് മരുന്നുകൾക്ക് ചുമത്തിയിരിക്കുന്ന 100% താരിഫ്. ഇതിനെ എങ്ങനെ വിലയിരുത്താം? ട്രംപിന്റെ നീക്കത്തെ, അമേരിക്കയുടെ ഇന്ത്യയോടുള്ള ഈ ഒരു വൈരാഗ്യ ബുദ്ധിയെ എങ്ങനെ വിലയിരുത്താം? ഇത് അമേരിക്കയുടെ ഇന്ത്യയോടുള്ള ഒരു നടപടിയാണോ എന്നൊക്കെ സംശയമുണ്ട്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അതിന് ഈ ഒരു സ്ഥിരബുദ്ധി ഇല്ലാത്ത ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യുന്നത് പോലെ നമുക്കിപ്പോൾ തോന്നുള്ളൂ. കാരണം ആരാണ് ഇദ്ദേഹത്തിന് ഈ താരിഫ് കൈവശം കൊടുത്തെന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമായിട്ട്. അതിനെയും എന്തെങ്കിലും കൂടോത്രമോ അതുപോലുള്ള വല്ല സാധനമാണോ? ഇവിടെ പണ്ട് നമ്മുടെ കേരളത്തിലെ കെ സുധാകരൻ കൂടോത്രത്തിനെ പറ്റി പറഞ്ഞതുപോലെ ഇവിടുന്ന് ആരെങ്കിലും കൊണ്ടുപോയി കൂടോത്രം ചെയ്തേക്കാം. മോഡിക്കെതിരെ കൂടോത്രം ചെയ്യാനായിട്ട് എന്തെങ്കിലും തകിടോ പിന്നെ ഏലസോ വല്ലതും കൊണ്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇതൊരു വിഭ്രാന്തിയുള്ള പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിൽ ചെന്നിട്ട് പറഞ്ഞത് എനിക്ക് നോബൽ സമ്മാനം വേണം, അല്ലാതെ ഈ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അവിടെ പോയി പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കയറ്റുമതിയുടെ കാര്യത്തില് ഇദ്ദേഹം ആരെയാണ് ഈ ഉടുക്കുകൂട്ടി പേടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാതലായ സംശയം. കാരണം ഈ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ആരംഭിച്ചത് ട്രംപിന്റെ കാലത്തല്ല. അമേരിക്ക ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ കയറ്റുമതി ഉണ്ടായിട്ടുണ്ട്. അമേരിക്ക കണ്ടുപിടിക്കാനിടയായ ഒരു സാഹചര്യം പോലും അറബികൾ ഇടനിലക്കാരായി നിന്നുകൊണ്ടുള്ള ഇന്ത്യൻ കയറ്റുമതിക്ക് പകരം നേരിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വന്നിട്ട് എത്തിച്ചേർന്ന ഭൂഖണ്ഡമാണ് പിന്നീട് അമേരിക്കയായിട്ട് അറിയപ്പെട്ടത്. അപ്പം ഈ സംഗതി എന്ന് പറയുന്നത് ഇന്ത്യ എല്ലാ കാലത്തും ഈ പറയുന്ന കയറ്റുമതി അല്ലെങ്കിൽ അതാത് രാഷ്ട്രങ്ങളിൽ, അന്ന് യൂറോപ്പിലൊക്കെയാണ് ഇറക്കുമതിക്ക് സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്തിരുന്ന ഒരു സ്ഥലങ്ങളിൽ ഒരെണ്ണമാണ് ഇന്ത്യ. ചൈനക്കാരാണ് ഈ സമയത്ത് നേരിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവർ കച്ചവടം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തിരുന്നത്, നമ്മളിവിടെ ഉൽപാദനം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് കച്ചവടം ചെയ്യാൻ അങ്ങോട്ട് പോയൊരു ചരിത്രമല്ല ഇന്ത്യക്കുള്ളത്. ഇവിടെ എന്തൊക്കെ മെറ്റീരിയൽ ഉണ്ടോ അത് മേടിക്കാനായിട്ട് കുരുമുളകായാലും പിന്നെ മലഞ്ചരക്കുകൾ, പല വിധത്തിലുള്ള മലഞ്ചരക്കുകളുണ്ട്. അവർക്ക് എന്താണ്, തണുപ്പ് രാജ്യങ്ങൾക്ക് തണുപ്പിനെ അതിജീവിക്കാനുള്ള അന്നത്തെ സോഴ്സിൽപ്പെട്ട ഇഞ്ചി, ചുക്ക്, കുരുമുളക്, കറുവപ്പട്ട, ഏലം തുടങ്ങിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പട്ടുനൂല്, അതുപോലെയുള്ള പരുത്തി വസ്ത്രങ്ങൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയി ഇടനിലക്കാർ, അന്നത്തെ പ്രധാനപ്പെട്ട ഇടനിലക്കാർ എന്ന് പറയുന്നത് അറബികളായിരുന്നു. അവര് വാങ്ങിക്കൊണ്ടുപോയി. അവര് ഇതുപോലെ താരിഫ് കൂട്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ രാഷ്ട്രങ്ങൾ, യൂറോപ്പ് നേരിട്ടിറങ്ങിയത് പണിക്ക്. അപ്പം ആ യാത്രയിലാണ് അവര് അമേരിക്ക കണ്ടുപിടിച്ചത്. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഇത് ജനറിക് മെഡിസിനെയാണോ ബാധിക്കുന്നത് ഒന്നും വ്യക്തമല്ല. അതോ ബ്രാൻഡഡ് ആണെന്നാണ് പറയുന്നത്. ബ്രാൻഡഡ് ആൻഡ് പേറ്റന്റ് മെഡിസിൻസിനാണ് ഈ 100% നികുതി ചുമത്താൻ പോകുന്നതെന്ന് പറയുന്നത്. ആകെ അമേരിക്കയിലൊക്കെ ഉള്ള ഇന്ത്യൻ മരുന്നുകളുടെ കയറ്റുമതി എന്ന് പറയുന്നത് 78 കോടി രൂപയുടെ കച്ചവടമാണ് ഉള്ളത്. അല്ല, 78,000.
78,000 കോടി ഉം. രൂപയുടെ കച്ചവടമേ ഉള്ളൂ. അത് വലിയ കാര്യമായ ഒരു കയറ്റുമതിയൊന്നുമല്ല. ഇതിനെപ്പറ്റി ആവി പിടിക്കുന്നതൊക്കെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും അതുപോലെയുള്ള പ്രതിപക്ഷ കക്ഷികളുമൊക്കെയാണ് ആദ്യം പിടിക്കുന്നത്. കാരണം ഇതിനിടയ്ക്ക് തന്നെ ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ പറഞ്ഞു നമ്മൾ ഇനിയും 60 മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി പുതിയ മാർക്കറ്റുകൾ 60 രാജ്യങ്ങളിൽ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിലുള്ള ഒരു ത്രെഡ് അദ്ദേഹം കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് നേഷൻസ് കഴിഞ്ഞിട്ട് അവിടെയുള്ള മറ്റ് ഏതോ പറയുന്ന രാജ്യങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ ജയശങ്കർ പറഞ്ഞു നമ്മൾ ഇനി ഉന്നണ്ടത്, അതായത് ഇന്ത്യ മാത്രമല്ല ഏഷ്യൻ രാജ്യങ്ങളിൽ ഉന്നണ്ട കാര്യം എന്ന് പറയുന്ന 60 രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ കൂടെ ഈ മാർക്കറ്റ് വിപുലപ്പെടുത്തുക എന്നുള്ള കാര്യമാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് നമ്മളിപ്പം ഇവരെ അമേരിക്കയെ അവഗണിക്കുകയല്ല, ഇപ്പം ഈ പറയുന്ന ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള എന്താണ് എക്സ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് ഡോക്ടർ റെഡ്ഡി, അരബിന്ദോ, ഗ്ലെൻ ഫാർമ തുടങ്ങിയ കമ്പനികൾ, സൺ ഫാർമയൊക്കെയാണ് ഇതിൻ്റെ അകത്തെ കയറ്റുമതിക്കാര്. അവര് ചെറിയ കമ്പനികളൊന്നുമല്ല. അവർക്ക് അമേരിക്ക മാത്രമല്ല, ഇഷ്ടംപോലെ വേറെയുള്ള സ്ഥലങ്ങളിലുള്ള കണക്കുകളൊന്നും നമ്മൾ കണ്ടില്ല. ഇപ്പം യൂറോപ്പിലേക്കും പിന്നെ ഓസ്ട്രേലിയയിലേക്കുമുള്ള കയറ്റുമതി ഇവർക്ക് എത്ര ഉണ്ടെന്നുള്ളതൊന്നും നമുക്കറിയില്ല. ആകെപ്പാടെ അമേരിക്കയിലേക്കുള്ള ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ എല്ലാം കൂടെ ചേർക്കുമ്പോൾ 30% അവരുടെ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡ്യൂസിന്റെ 30% ആണ് ഈ അമേരിക്കൻ കയറ്റുമതി എന്ന് പറയുന്നത്. അത് ഇപ്പൊ ശരിയായിട്ട് നിൽക്കുന്ന സംഗതി എന്ന് പറയുന്നത് ഈ ഡോളർ വാല്യൂയിലുള്ള ആ ഡിഫറൻസ് കൊണ്ടാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്താൽ ഉണ്ടാകുന്ന ഒരു ലാഭത്തിനെ പറ്റി ഇവർ ചിന്തിക്കുന്നത്. നമ്മൾ മാർക്കറ്റ് വിപുലപ്പെടുത്തുകയാണെങ്കിൽ, അതായത് ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ മറ്റ് 60 രാജ്യങ്ങളിലേക്ക് മാർക്കറ്റ് വിപുലപ്പെടുത്തുകയാണെങ്കിൽ ചിത്രം മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബ്രിക്സ് കറൻസി ഇറങ്ങുകയാണെങ്കിൽ ഇത് പൊളി, അമേരിക്കയുടെ വാദഗതികളെല്ലാം പൊളി. ഒരു പക്ഷെ അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ഒരു വലിയ ഭീതി ഉണ്ടായിരിക്കും. ബ്രിക്സ് കറൻസി വരികയാണെങ്കിൽ ഡോളർ വാല്യൂ ഇടിയും, അല്ലെങ്കിൽ ഡോളറിന്റെ ലോക കറൻസി എന്നുള്ള ഒരു കൺസെപ്റ്റ് പോവും. അങ്ങനെ വന്ന് ഇപ്പം റഷ്യയായിട്ട് നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്ന ക്രൂഡ് ട്രാൻസാക്ട് ചെയ്യുന്ന റുപ്പിയില വേണമെങ്കിൽ പോലും അത് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ജനറിക് മെഡിസിനിലാണെങ്കിൽ അവരുടെ ഈ എന്താണ് സാമൂഹിക ഇതുണ്ട്, എന്താണ് ഇൻഷുറൻസ് പദ്ധതികൾക്ക് ഈ ജനറിക് മെഡിസിൻ മേടിച്ചിട്ടാണ് അമേരിക്ക അത് കൊടുക്കുന്നത്. അതിന് ടാക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നഷ്ടപ്പെടുന്ന അമേരിക്കയ്ക്ക് തന്നെയാണ്. കാരണം ഇത്രയും കുറഞ്ഞ വിലയിൽ മരുന്ന് മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് കിട്ടുമോ, ഒരുപക്ഷെ ചൈനയിൽ നിന്ന് കിട്ടുമായിരിക്കും, പക്ഷെ ചൈനയായിട്ട് തീരെ പിടുത്തത്തിലല്ല. അപ്പൊ അതാണ് അതിൻ്റെ അകത്തെ ഒരു വിഷയം. അവരുടെ ജനറിക് മെഡിസിൻ ഇതിൽ വിഷയം ഉണ്ടാക്കുമോ? ജനറിക് മെഡിസിന്റെ പുറത്ത് ടാക്സ് വന്നു കഴിഞ്ഞാൽ അവരുടെ എന്താണ് സാമൂഹിക മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതികളിൽ വൻപിച്ച തോതിലുള്ള തിരിച്ചടി ഉണ്ടാകും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ജനറിക് മറ്റേ പേറ്റന്റ് ആൻഡ് ബ്രാൻഡഡ് ഐറ്റംസ്, അതെന്ന് പറയുന്ന മെയിനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഒക്കെയാണ്. അപ്പൊ അവരുടെ കോസ്റ്റ് കൂടും. ഓൾറെഡി അമേരിക്കയിലുള്ള ചികിത്സാ ചെലവ് വളരെ കൂടുതലാണ്, ഇനിയും കൂടും. പക്ഷെ ഇതിനോടനുബന്ധിച്ച് 2023 മുതൽ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞ കമ്പനി, അതൊരു ഫൈനാൻസിങ് കമ്പനിയാണ്, ഇൻവെസ്റ്റിംഗ് കമ്പനിയാണ്. അവര് ഇന്ത്യയിൽ വന്നിട്ട് 11 ഹോസ്പിറ്റലുകൾ മേടിച്ചു. വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ കിംസ് ഉൾപ്പെടെയുള്ള 11 ഹോസ്പിറ്റൽ മേടിച്ചു. ഇപ്പം എറണാകുളത്തുള്ള ഒരു വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിന്റെ ആയിട്ട് നെഗോഷിയേഷൻ നടക്കുന്നുണ്ട്. അത് 4000 ബെഡുകളാണ് അവരുടെ ഒരു ഇപ്പോൾ അവര് എന്താണ് ശരിയാക്കി വെച്ചിരിക്കുന്നത്. 4000 ബെഡ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന അമേരിക്കൻ പേഷ്യൻസിന് അമേരിക്കയിൽ കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ ചെലവിൽ ഇന്ത്യയിൽ ചികിത്സ കിട്ടുമെങ്കിൽ അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ബ്ലാക്ക് സ്റ്റോൺ പോലെയുള്ള കമ്പനികൾക്ക് കഴിയും. പിന്നെ അതുപോലെ തന്നെ KKR ഇപ്പോൾ കോഴിക്കോട് ഒരു ഹോസ്പിറ്റൽ, വലിയൊരു ഹോസ്പിറ്റൽ ഏറ്റെടുത്തിട്ടുണ്ട്. അവര് മറ്റ് 3 ഹോസ്പിറ്റലുകളുടെ നെഗോഷിയേഷനിലാണ്.
അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തില് ഒരു പക്ഷേ അമേരിക്കയിൽ നിന്നും ഈ ചികിത്സ തന്നെ മെഡിക്കൽ ചികിത്സ ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറയുന്ന ബ്രാൻഡഡ് പിന്നെ എന്താണ് പേറ്റന്റ് ഐറ്റംസിന് വലിയ സാധ്യത ഇന്ത്യയിൽ തന്നെ ഉണ്ടാകും. അത് കമ്പനികൾക്ക് സ്വല്പം നഷ്ടമായിരിക്കും, കാരണം ആ ഡോളർ എക്സ്ചേഞ്ചിലുള്ള പൈസ കിട്ടില്ല എന്നുള്ളൊരു വിഷയം ഉണ്ടെങ്കിൽ പോലും അവരുടെ കച്ചവടത്തിനെ അത് ബാധിക്കുമോ എന്ന് സംശയം ആണ്. അപ്പൊ എന്താണ് ഇതിന്റെ ഇമ്പാക്ട്, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എന്താണ് എതിർപ്പുകൾ, അല്ലെങ്കിൽ എല്ലാ ബിസിനസ്സുകാരിലും അവരുടെ എതിർപ്പുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്നാണ് അവർ പിന്നെയും പിന്നെയും വളർന്നു വലുതായി പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ മെഡിക്കൽ വ്യവസായത്തെയോ മരുന്ന് വ്യവസായത്തെയോ ഒന്നും ഈ ട്രംപിന്റെ ഉടുക്കൂട്ടി പേടിപ്പിക്കൽ ബാധിക്കുമെന്ന് കരുതുന്നില്ല. എന്തായാലും ട്രംപ് ഈ രീതിയിൽ ഇന്ത്യയെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാണെങ്കിൽ ഇന്ത്യയുടെ കാര്യമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുകയാണെങ്കിൽ അതിനുള്ള തിരിച്ചടി ട്രംപിന് തന്നെ ലഭിക്കും. ഏത് രീതിയിൽ ഇത് അമേരിക്കയെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടതാണ്. വ്യക്തമാണ്. താങ്ക് യു അശോക് സർ.